യേശു ക്രിസ്തു പറഞ്ഞതു, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ വസിക്കുവാനായി ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മ്ലേച്ഛത കൊണ്ടും പാപം കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും അനീതി കൊണ്ടും ഒക്കെ നിങ്ങൾ നശിപ്പിച്ചാൽ ഒരു ദിവസം ദൈവം നിങ്ങളെ നശിപ്പിക്കും. അതാണ് അതിൻ്റെ അർത്ഥം, മറ്റൊന്നുമല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ശരീരങ്ങൾ എൻ്റെ മന്ദിരമാകുന്നു, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇന്ന് പ്രതാപമുണ്ട്, ഇന്ന് മഹത്വമുണ്ട്, ഇന്ന് പണമുണ്ട്, ഇന്ന് സമ്പത്തുണ്ട്, എന്നാൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം നഷ്ടമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിന് നിത്യതയിലെത്തുന്ന അനുഭവത്തിൽ ദൈവത്തെയും ദൈവരാജ്യത്തെയും ദൈവത്തിന്റെ നീതിയെയും അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. വചനം പറയുന്നു, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എന്തന്വേഷിക്കുവാനാ? ദൈവത്തെ അന്വേഷിക്കുക. ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകും. നിത്യജീവനായി ചിന്തിക്കുക. നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. വചനം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേർ എഴുതണമോ? സൃഷ്ടിതാവായിരിക്കുന്ന ദൈവമാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്. നിങ്ങളുടെ പേർ അവിടെ എഴുതപ്പെടണമെങ്കിൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ ജീവിതം ഒരുക്കപ്പെടണം. നിങ്ങളുടെ ശരീരം ഒരുക്കപ്പെടണം, നിങ്ങളുടെ ദേഹം ഒരുക്കപ്പെടണം, നിങ്ങളുടെ ആത്മാവ് ഒരുക്കപ്പെടണം. അത് ദൈവത്താൽ മാത്രമേ സാധിക്കൂ. അത് സൃഷ്ടിച്ചവനാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അവനെ അന്വേഷിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ കാണുന്ന വിലാസവുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അതിൽ നിന്നും ഇടയായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുമോ? സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ദൈവമേ, നീ സർവ അധികാരിയാണ്. സർവനാമങ്ങൾക്കും മേലായ നാമമുള്ള ദൈവമാണ് നീ. ഈ പ്രഭാഷണം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ഓരോ ശ്രോതാക്കളെയും നീ കാണുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പ്രത്യക്ഷത അവരുടെ മുൻപാകെ വെളിപ്പെടേണ്ടതിനായി ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പാപത്തിലും ശാപത്തിലും മരണഭീതിയിലുമായിരിക്കുന്ന ഈ ജനം ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിടുതൽ അനുഭവിക്കട്ടെ. പണത്തിനും പ്രതാപത്തിനും നിത്യജീവനെ കൊടുക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, തങ്ങൾ നേടിയെടുത്ത സമ്പത്തുകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവരായി, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, ദാമ്പത്തിക ബന്ധങ്ങൾ ശിഥിലമായി, തലമുറയുമായിട്ടുള്ള ബന്ധങ്ങൾ ശിഥിലമായി, പണം മുടക്കിയിട്ടും പരിഹരിക്കുവാൻ കഴിയാത്ത രോഗശക്തികളാൽ ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ പകർന്ന് അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ നീ സർവശക്തനാണെന്ന് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ അവരുടെ ജീവിതത്തിൽ ചെയ്താട്ടെ. സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് നഷ്ടമാകാതെ അവരുടെ ജീവിതത്തിൽ നിന്നെ കണ്ടെത്തുവാൻ മുഖാന്തരങ്ങളെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ ദൈവത്തിന്റെ വചനം കേട്ട ആരും തങ്ങളുടെ പ്രാണൻ നിത്യനരകത്തിൽ പോകുവാൻ ഇടയാകാതെ സ്വർഗത്തിൽ നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടി ഈ ലോകത്തിലെ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ഈ ലോകത്തിന് ശേഷം നിത്യമായ സ്വർഗീയ അനുഭവങ്ങളും നിത്യതയും നിത്യജീവനും പ്രാപിപ്പാൻ കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിനായി നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും ഒരുക്കപ്പെടട്ടെ. ആമേൻ.